ഹായ് ഗുഡ് മോർണിംഗ്. ഞാനപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു റെസിപ്പിയുമായിട്ടല്ല. ഈ ഒരു കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്കറിയാം കുറച്ച് സെറ്റ് മുണ്ടുകളുമായിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഓണം റെസിപ്പീസിൻ്റെ ആ ഒരു വീഡിയോകൾ ചെയ്തപ്പോൾ കുറേ കമൻറ്റ്സ് വന്നിരുന്നു സെറ്റ് മുണ്ടിൻ്റെ കളക്ഷൻസ് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇത് മുഴുവൻ സെറ്റ് മുണ്ടുകളും ഇല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓണം റെസിപ്പീസിൻ്റെ വീഡിയോ ചെയ്തിട്ട് കുറച്ച് സെറ്റ് മുണ്ടുകളൊക്കെ വാഷ് ചെയ്തിട്ട് പിന്നെ അയൺ ചെയ്തിട്ടില്ല. അതുകൊണ്ട് കുറച്ച് സെറ്റ് മുണ്ടുകളൊക്കെ ഉള്ളൂ. ഇതിൽ കുറച്ച് സെറ്റ് മുണ്ടുകളൊക്കെ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് അയൺ ചെയ്തിട്ടില്ല. അയൺ ചെയ്യാത്തത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സെറ്റ് മുണ്ടുകളുടെ കളക്ഷനിൽ കുറച്ച് സെറ്റ് മുണ്ടുകളാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പ്രിയപ്പെട്ട സെറ്റ് മുണ്ടുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് എനിക്ക് കമൻറ്റ് ചെയ്ത് തരണം കേട്ടോ. എനിക്ക് പ്രിയപ്പെട്ടത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എനിക്ക് പല രീതിയിലുള്ള സെറ്റ് മുണ്ടുകളും ഇഷ്ടമാണ്. കരയുള്ളതും കസവുള്ളതും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെറ്റ് മുണ്ടുകൾ ഇതിൽ വളരെ കുറച്ചുണ്ട്. ഞാനിതിൽ ഉൾപ്പെടുത്താത്ത സെറ്റ് മുണ്ടുകളും എനിക്ക് വളരെ പ്രിയപ്പെട്ടതായിട്ടുണ്ട്. ഇത് ഓരോ ഒക്കേഷനും വാങ്ങിച്ചിട്ടുള്ള സെറ്റ് മുണ്ടുകളാണ്. ഓണത്തിന് വാങ്ങിച്ചിട്ടുള്ളത്, ഉത്സവത്തിന് വാങ്ങിച്ചിട്ടുള്ളത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ഉത്സവം വരുമ്പോൾ, ഡിസംബറിൽ ഉത്സവമാണ്, ഉത്സവം വരുമ്പോഴും ഓണം വരുമ്പോഴാണ് ഞാൻ മെയിനായിട്ട് സെറ്റ് മുണ്ട് വാങ്ങിക്കാറുള്ളത്. ബർത്ത്ഡേക്കും സെറ്റ് മുണ്ട് വാങ്ങിക്കാറുണ്ട്. സാരി വാങ്ങിക്കൽ വളരെ കുറവും സെറ്റ് മുണ്ട് വാങ്ങിക്കലാണ് കൂടുതലായിട്ടുള്ളതും. അപ്പോൾ ആദ്യം ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. ഇതാണ് ഫസ്റ്റ് ബാച്ച് എന്ന് പറഞ്ഞാൽ ബാച്ച് തന്നെയാണോ പറയാ, ഫസ്റ്റ് സെറ്റുമുണ്ട്. ഫസ്റ്റ് സെറ്റുമുണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വാങ്ങിച്ചിട്ട് എത്ര വർഷമായി എന്നൊന്നും എനിക്കറിയില്ല. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് വിത്ത് ബ്ലൗസ് ഈ ഒരു ബോർഡറോട് കൂടി തന്നെയാണ് വരുന്നത്. ഈ ഒരു കളറിൽ ബ്ലൗസും ഈ ഒരു ബോർഡറും ഉണ്ട്. ഇങ്ങനത്തെ 3 കളറിലെ സെറ്റുമുണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ പലപ്പോഴും എടുത്തിട്ടുണ്ട് ഈ ഒരു സെറ്റുമുണ്ട്. അപ്പോൾ ഈ കളറുകളിൽ ഏറ്റവും നല്ല കളറായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ 3 കളറുകളിൽ ഇതിപ്പോൾ ഒരു എന്ത് ഷെയ്ഡെന്ന് അറിയാം, മജന്ത ഷെയ്ഡ് എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ തന്നെ അടുത്തത് വരുന്നത് നമ്മുടെ വാടാമല്ലി പൂവില്ലേ, വാടാമല്ലി പൂ. ഇപ്പോൾ നമ്മൾ ഓണത്തിന് വാടാമല്ലി പൂ ഇടാറില്ലേ, ആ വാടാമല്ലി പൂവിൻ്റെ ഷെയ്ഡാണ് വരുന്നത്. ഞാൻ 2 പീസും ഒരുമിച്ച് തന്നെ പിടിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. 2 പീസായിട്ടല്ല, ഒരുമിച്ച് ഒറ്റ പീസായിട്ട് പിടിച്ചേക്കാണ്. പിന്നെ ഇതിൻ്റെ ഒരു റിലയൻസ് ഗ്രീനാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കുത്തുന്ന ഭാഗത്ത് ഇതിന് കരയില്ല. ബാക്കി പുറമേ കാണുന്ന ബോർഡറായിട്ട് വരുന്ന ഭാഗത്ത് കരയുണ്ട്. അങ്ങനത്തെയാണ് ഈ സെറ്റുമുണ്ട്. ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുണ്ട് കേട്ടോ. കുറേ വർഷങ്ങളായിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സെറ്റുമുണ്ടാണ്. പക്ഷേ ഇത് ഈ കരയില്ലാത്ത സെറ്റുമുണ്ടുകൾക്ക് ഒരു പ്രത്യേകതയല്ലേ, നല്ല ഭംഗിയല്ലേ ഇതൊക്കെ കാണാനായിട്ട്. അപ്പോൾ ആ ഒരു ബാച്ച് അത് 3 കഴിഞ്ഞു. പിന്നെ വരുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സെറ്റുമുണ്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ള കരയുള്ള ഒരു സെറ്റുമുണ്ട്. കസവട്ടുമില്ല, റെഡും ഗ്രീനും കര മാത്രമുള്ള സെറ്റുമുണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെറ്റുമുണ്ട് ഇഷ്ടമായോ ഒന്ന് പ്രത്യേകം കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ സെറ്റുമുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. പിന്നെ നിങ്ങളിൽ എത്ര പേർക്ക് സെറ്റുമുണ്ട് ഇഷ്ടമാണ്, സെറ്റുമുണ്ട് ഉടുക്കുന്നത് ഇഷ്ടമാണ് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവർക്കും സെറ്റുമുണ്ട് ഉടുക്കുന്നത് ഇഷ്ടമാണോ എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ കാര്യത്തിൽ എനിക്ക് സെറ്റ് സാരിയേക്കാൾ എനിക്കിഷ്ടം സെറ്റുമുണ്ടാണ്. പിന്നെ ഇത് ഞാൻ അധികം എടുത്തിട്ടില്ല, 1-2 പ്രാവശ്യമേ എടുത്തിട്ടുള്ളൂ. വാങ്ങിച്ചിട്ട് ഒരുപാട് വർഷമായിട്ടുണ്ടെങ്കിലും വയലറ്റ് കരയുള്ള സെറ്റുമുണ്ടാണ്. കസവും കരയും കൂടി കൂടിയിട്ടുള്ളതാണ്. പക്ഷേ എന്തോ വയലറ്റ് കളറിനോട് എനിക്ക് അത്ര താല്പര്യമില്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല. ഇല്ലാത്ത കളർ നോക്കിയാണല്ലോ നമ്മൾ ഡ്രസ്സ് എടുക്കുക. അപ്പോൾ ഇല്ലാത്ത കളർ നോക്കി എടുത്തിട്ട് പിന്നെ അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിൽ വന്ന് വീണ്ടും പെട്ടതാണ്. വാർഡ്രോബൊക്കെ ഒതുക്കി വന്നപ്പോൾ വീണ്ടും എൻ്റെ കയ്യിൽ പെട്ടതാണിത്. അപ്പോൾ ഈ അടുത്തൊരു ദിവസം ഞാനിത് ഉടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അയൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ വയലറ്റ്. അപ്പോൾ ഇത് കസവും കരയും കൂടി കൂടിയിട്ടുള്ളതാണ്. ഒരുപാട് വീതിയുള്ള കരയൊന്നുമല്ല, ചെറിയ കരയും ചെറിയ കസവും ഉള്ളത്. പിന്നെ ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ് കേട്ടോ. ഈ പച്ച കളറിനോടും റെഡ് കളറിനോടും എനിക്കൊരു അട്രാക്ഷൻ കൂടുതലുണ്ട്. അത് ഞാൻ സാരി കളക്ഷൻ്റെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സാരിയിലാണെങ്കിലും ആ ഒരു റെഡും ഗ്രീനും കളറുകളൊക്കെ വളരെ ഇഷ്ടമാണെന്നുള്ളത്. അപ്പോൾ ഇതും നല്ല ഭംഗിയുള്ള
സെറ്റും മുണ്ടാണ് കേട്ടോ. ഒരുപാട് വീതി ഉള്ളതല്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. ഉടുത്തു കഴിഞ്ഞാലും കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊക്കെ ഫ്ലീറ്റ്സ് എടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടിരിക്കും. നമ്മൾ മൈദപ്പൊടിയുടെ ആ ഒരു മിക്സിൽ മുക്കിയിട്ടാണ് നമ്മുടെ സെറ്റും മുണ്ട് ഉണക്കി അയൺ ചെയ്തെടുക്കുന്നതെങ്കിൽ അത് ഞാൻ പിന്നീട് ഒരു ദിവസം പറഞ്ഞു തരാം, അല്ലെങ്കിൽ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ സെറ്റും മുണ്ട് പ്രിപ്പയർ ചെയ്ത് നമ്മൾ അയൺ ചെയ്ത് സ്റ്റഡി ആയിട്ട് വയ്ക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് ഉടുക്കുമ്പോഴാണ് നമ്മൾ സെറ്റും മുണ്ടിൻ്റെ ഫ്ലീറ്റ്സ് ഒക്കെ എടുത്ത് വരുമ്പോൾ നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം കേട്ടോ. ഇപ്പം ഞാനിങ്ങനെ സെറ്റും മുണ്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. സെറ്റും മുണ്ട് ഞാൻ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് പിന്നീട് പറയാം. അപ്പോൾ ഈ സെറ്റും മുണ്ട് മാറ്റി വയ്ക്കട്ടെ. അപ്പോൾ ചില സെറ്റ് മുണ്ടുകൾ വിത്ത് ബ്ലൗസ് ആയിട്ടാണ് വരുന്നത്, ചിലത് വിത്ത് ബ്ലൗസ് അല്ല. ഇത് വിത്ത് ബ്ലൗസ് ഉള്ളൊരു സെറ്റ് മുണ്ടാണ്. ഇതൊക്കെ എല്ലാവർക്കും എപ്പോഴും കിട്ടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. മിക്കവാറും എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. ഒരു ഓറഞ്ച് ഷെയ്ഡ് കലർന്നൊരു സെറ്റ് മുണ്ടാണ്. ഓറഞ്ചും ഗോൾഡും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സെറ്റ് മുണ്ട്. ഇത് നിങ്ങൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ടാകും. ഞാൻ പല പ്രാവശ്യം ഉടുത്തിട്ടുള്ള ഒരു സെറ്റ് മുണ്ടാണിത്. ഇതിനെക്കുറിച്ച് അധികം എനിക്കൊന്നും പറയാനില്ല കേട്ടോ. പിന്നെ വരുന്നത് എൻ്റെ ഒരു പ്രിയപ്പെട്ട സെറ്റ് മുണ്ടാണിത്. ടെമ്പിൾ ഡിസൈനിൽ വരുന്നത്. ഇതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട, ഞാൻ ഉടുക്കുന്നതിൽ ഒരു വീതിയുള്ള ഡിസൈനിലുള്ള ഒരു സെറ്റ് മുണ്ടാണ്. ഇതെനിക്ക് വളരെ ഇഷ്ടമാണ്. ഈ കളർ കോമ്പിനേഷൻ തന്നെ എൻ്റെ പ്രിയപ്പെട്ട കളറുകളാണ്. മെറൂൺ, ഗ്രീൻ, ഈ ഒരു റെഡ് ആൻഡ് ഗ്രീൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ മെറൂണും ഗ്രീനും ഒക്കെ നല്ല കളറല്ലേ. അപ്പോൾ ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. ഇതൊക്കെ കുറേ വർഷങ്ങളായിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്, ഇപ്പോഴും ഉടുത്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അടുത്ത കളറ്, ഇത് ഞാൻ ഒരു പ്രാവശ്യം മാത്രം ഉടുത്തിട്ടുള്ളതാണ്. ഒരേ ഒരു പ്രാവശ്യം ഉടുത്തിട്ടുള്ളൂ, പിന്നെ മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഈ കളറ് കണ്ടിട്ട് ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ്. പക്ഷെ എന്തുകൊണ്ടോ എനിക്കിതിന് മാച്ചായിട്ടുള്ള ബ്ലൗസ് ഇല്ല. വിത്ത് ബ്ലൗസ് ആയിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനത് ഇതിൻ്റെ ബ്ലൗസൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ബ്ലൗസിൻ്റെ കളക്ഷൻസ് വേറെ, സെറ്റും കൊണ്ട് വേറെ, എല്ലാം വേറെ വേറെയാണ് ഞാൻ വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലൗസ് മാറ്റി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ബ്ലൗസ് ഞാൻ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതും നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം കൊടുക്കാം. പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു സെറ്റും മുണ്ടാണിത്. പക്ഷെ ഉടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് അത്ര ചേരുന്നതായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന ഒരു സെറ്റും മുണ്ടാണിത്. ഒരു എന്താ പറയുക, നമ്മുടെ മൈലാഞ്ചി പച്ച ആ ഒരു ഷെയ്ഡാണ്. മൈലാഞ്ചി പച്ചയും ഗോൾഡും ചേർന്നൊരു ഷെയ്ഡാണിത്. അപ്പോൾ ഇത് ഞാൻ ഉടുത്തിട്ട് എനിക്ക് അത്ര ഭംഗി തോന്നിയില്ല. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു വാങ്ങിച്ചപ്പോൾ. അങ്ങനത്തെ ഒരു ഷെയ്ഡ്. പിന്നെ വരുന്നത്, നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ ഈ പ്രാവശ്യം എന്ത് വാങ്ങിക്കും, ഇല്ലാത്തത് വാങ്ങിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കില്ലേ, അങ്ങനെ വാങ്ങിച്ചൊരു സെറ്റ് മുണ്ടാണ്. വെറുതെ നമ്മുടെ റൗണ്ട് പൊട്ടിൻ്റെ ഡിസൈനിലുള്ള ആ ഒരു കോഫി ബ്രൗണും മെറൂണും മിക്സ് ആയിട്ടുള്ള ഒരു സെറ്റും ഉണ്ട്. ഇതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡും കൂടി ഉണ്ട് കേട്ടോ. അതും ഞാനിപ്പോൾ വാഷ് ചെയ്തിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്, അയൺ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തിരുന്നൊരു കോഫി ആൻഡ് സിൽവർ ബോർഡറുള്ള, കോഫിയിൽ സിൽവർ ബോർഡറുള്ള ഒരു സെറ്റും കൊണ്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റാണ് ഈ ഓറഞ്ച് സെറ്റും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഉടുത്തിട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സെറ്റും കൊണ്ടാണിത്. ഈ ഓറഞ്ച് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും ഇത്. പിന്നെ വേറൊരു ഫേവറേറ്റ് വരുന്നതാണ് മെറൂൺ, ചെറിയ ചെക്സ് ഉള്ള മെറൂൺ സെറ്റും ഉണ്ട്. ഇതൊക്കെ ഒരു 15 വർഷത്തിന് മേലെ പഴക്കമുണ്ടാവും തോന്നുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ 15 വർഷം 20 വർഷം വരെ പഴക്കമുള്ള സെറ്റ് മുണ്ടുകളുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാണ് സൂക്ഷിച്ച് വെക്കുന്നതെന്ന്. ഞാനതെല്ലാം ഉടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴും. അപ്പോൾ ഇത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കുറേ വർഷത്തെ പഴക്കമുണ്ട്. ഇതൊക്കെ വാങ്ങിക്കുന്നത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ, ചിലത് രാമചന്ദ്രൻ ഹാൻഡ്ലൂം എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് ഒരു ഷോപ്പുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, അതിൻ്റെ ഓപ്പോസിറ്റുള്ള വേറൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി. രാമചന്ദ്രൻ ഹാൻഡ്ലൂമിലാണ് ഞാൻ പൊതുവെ പോയിട്ട് വാങ്ങിക്കാറുള്ളത്. അതിൻ്റെ ഓപ്പോസിറ്റുള്ളത് കസവുകടയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. ഇത് കോമൺ ആയിട്ടുള്ള ഒരു കളറായിരുന്നു. ഞാൻ വാങ്ങിച്ച ഇടയ്ക്ക് കുറേ വർഷത്തെ പഴക്കമുണ്ട്. ഒരു 18 വർഷത്തോളം പഴക്കമുള്ള ഒരു സെറ്റും കൊണ്ടാണ് കേട്ടോ ഇത്. ഇതൊക്കെ അവിടെ കസവുകടയിൽ അല്ലെങ്കിൽ രാമചന്ദ്രൻ ഹാൻഡ്ലൂമിൽ നിന്ന് വാങ്ങിച്ചാണ്. ലോക്കൽ വാങ്ങിക്കുന്നത് വളരെ കുറവാണ്. ഞാൻ അവിടെ പോയിട്ടാണ് പൊതുവെ വാങ്ങിക്കാറുള്ളത്.
പിന്നെ ഇത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള സെറ്റ് മുണ്ടാണ്. ഇതിൻ്റെ ഷെയ്ഡ് പറയാൻ എനിക്ക് കറക്റ്റ് അറിയില്ല. ഒരു ഗ്രേപ്പിൻ്റെയും അതുപോലെ തന്നെ ഒരു ഗോൾഡും മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണിത്. പിന്നെ വരുന്നത് ഒരു സിമ്പിൾ ഓറഞ്ചും ഗോൾഡും മിക്സ് ആയിട്ടുള്ള ഷെയ്ഡ്. എനിക്ക് ഓറഞ്ച് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓറഞ്ച് കളർ കാണുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ആ ഓറഞ്ച് കളറിലേക്ക് കയ്യെത്തി പിടിച്ചു പോകും. നമ്മുടെ ഓറഞ്ച് കളർ നമ്മുടെയൊക്കെ ഒരു വീക്ക്നെസ്സാണ്. എന്താണെന്ന് വെച്ചാൽ ഓറഞ്ച് കളറിൽ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഫേസിനൊരു ബ്രൈറ്റ്നെസ് തോന്നും. അതുകൊണ്ടാണ് ഈ ഓറഞ്ച് കളറിലേക്ക് പോകുന്നത്. ആ ഒരു ബ്രൈറ്റ്നെസ് മാത്രമല്ല കേട്ടോ, ഓറഞ്ച് കളർ കാണുമ്പോൾ പ്രത്യേകിച്ചൊരു ഇഷ്ടമുണ്ട്. പിന്നെ എനിക്ക് വളരെയധികം ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സെറ്റും മുണ്ടാണിത്. ഇത് എൻ്റെ സെലക്ഷനല്ല, ഇത് രാജീവേട്ടൻ്റെ സെലക്ഷനാണ് കേട്ടോ. ഇത് കുത്താമ്പള്ളിയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു സെറ്റും മുണ്ട്. ഇങ്ങനെ ഓരോന്നും ചിലതൊക്കെ ഓർക്കുന്നുണ്ട്, ചില ഷോപ്സ്, ചിലതൊന്നും ഓർക്കുന്നില്ല. അപ്പോൾ ഇതൊരു 12-13 വർഷമായിട്ടുള്ള എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിന് വിത്ത് ബ്ലൗസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ വിത്ത് ബ്ലൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ബ്ലൗസ് ഉണ്ട് ഇതിന്. ഇതിൻ്റെ തന്നെ ഈ ഒരു കളറിൽ ബ്ലൗസും ഉണ്ട്, പിന്നെ ഈ ക്രീം കളറിൽ ഈ ബോർഡർ വരുന്ന ബ്ലൗസും ഉണ്ട്. 2 ബ്ലൗസ് ഉണ്ട് ഇതിന്. ഇത് തൃപ്പൂണിത്തുറയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സെറ്റും മുണ്ടാണ്. ഇത് ഈ ഒരു സെയിം കളർ തന്നെയാണ് ഇതിൻ്റെ ബ്ലൗസ്. ഇത് കിച്ചൂസും രാജീവേട്ടനും കൂടി പോയിട്ട് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ കളർ പറയാൻ എനിക്ക് അറിയില്ല, പല മൾട്ടി കളർ എന്ന് പറയാം. എന്തൊക്കെ 3 കളർ ഉണ്ട് ഇതിന്. ഗ്രേപ്പ് ഷെയ്ഡ് ഉണ്ട്, കോപ്പർ ബ്രൗൺ ഉണ്ട്, പിന്നെ ഒരു മെറൂൺ ഉണ്ട്, പിന്നെ ഗോൾഡ് ഉണ്ട്. അങ്ങനെ 3 ഷെയ്ഡ് വരുന്നുണ്ട്. ഗോൾഡും കൂടി കൂടുമ്പോൾ 4 ഷെയ്ഡ് വരുന്നുണ്ട്. ഇതങ്ങനെ എന്നെ കൊണ്ടുപോകാതെ ഇവർ വാങ്ങിച്ചു തന്ന ഷെയ്ഡാണിത്. അല്ല, എന്നെ കൊണ്ടുപോകാതെ ഇവർ വാങ്ങിച്ചു തന്ന സെറ്റും കൊണ്ടാണിത്. പിന്നെ വീണ്ടും വരുന്നത് നമ്മുടെ ഗ്രീനും മെറൂണും ഒക്കെ വരുന്ന ഒരു ഷെയ്ഡ് തന്നെയുള്ള സെറ്റും കൊണ്ടാണ്. ഇത് നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താണ് ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതെന്നുള്ളത്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഷെയ്ഡ് കാണുമ്പോൾ എൻ്റെ കൈ അറിയാതെ വീണ്ടും നീണ്ടു പോവും. അപ്പോൾ ഇതിൻ്റെ വീതി കൂടിയതല്ലേ ഉള്ളത്, അപ്പോൾ വീതി കുറഞ്ഞതും കൂടി ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് വീതി കുറഞ്ഞതും വാങ്ങിച്ചതാണ്. വീതി കൂടിയത് നമുക്ക് എല്ലാ ഒക്കേഷനിലും എടുക്കാൻ പറ്റില്ലല്ലോ, ചില സാഹചര്യങ്ങളിൽ നമ്മൾ വീതി കുറഞ്ഞതല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വാങ്ങിച്ചതാണിത്. പിന്നെ ഇത് കസവുകടയല്ല, ഇത് രാമചന്ദ്രൻ ഹാൻഡ്ലൂമിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് നല്ലൊരു ഓറഞ്ചും കോഫി ബ്രൗണും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു നല്ല സെറ്റും കൊണ്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് എൻ്റെ ഒരു മോസ്റ്റ് ഫേവറേറ്റ് എന്ന് പറയാം, അത്രയ്ക്ക് ഇഷ്ടമാണിത്. അപ്പോൾ ഇത്രയ്ക്കാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന സെറ്റ് മുണ്ടുകൾ. ഇത്രയും സെറ്റ് മുണ്ടുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ സെറ്റ് മുണ്ടുകളുടെ കളക്ഷനൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യവും കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഓണം റെസിപ്പീസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, ഓണം റെസിപ്പീസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച്, പെട്ടെന്ന് ഓണം സദ്യ നമുക്ക് എങ്ങനെ ഒരുക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തൊട്ടടുത്ത ദിവസം തന്നെ ആ ഓണസദ്യ എങ്ങനെ ഒരുക്കാം എന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയ വീഡിയോ, ഒരു 10 മിനിറ്റ് വീഡിയോ ചെയ്യാം കേട്ടോ. 10 മിനിറ്റിൽ നമുക്ക് പറഞ്ഞു തീർക്കാം ഓണസദ്യ എങ്ങനെ, എത്ര സമയം കൊണ്ട് ആദ്യം ഏതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കണം, എന്തെല്ലാം കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നമുക്ക് എത്ര വേഗം സദ്യ ഒരുക്കാം എന്നുള്ളതിനെക്കുറിച്ച് അതൊന്ന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യാനൊക്കെ മറന്നു പോയില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.